പരാജയത്തിൽ എന്താണ് ഇടത് അനുഭാവികൾ പറയുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? അത്ര ഉറപ്പുണ്ടായിരുന്ന ഒരു കോട്ട UDFന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു AK ശശീന്ദ്രൻ എന്നാണ്. പക്ഷേ AK ശശീന്ദ്രന്റെ പ്രതികരണം അത് ഏതൊരു രാഷ്ട്രീയ വിശകലനത്തെയും അമ്പരപ്പിക്കുന്നതാണ്. എലത്തൂരിലെ തോൽവിക്ക് കാരണം കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചതാണെന്നാണ് പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുക എന്നത് സ്വാഭാവികമായ കാര്യമായിരിക്കെ അതിനെ തോൽവിക്ക് കാരണമായി നിരത്തുന്നത് പരാജയം ഉൾക്കൊള്ളാനുള്ള മടിയാണ്. LDF വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടേയില്ല എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം പച്ചയായ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. വോട്ട് ചോരാതെ എങ്ങനെയാണ് സീറ്റുകൾ നഷ്ടപ്പെടുന്നത് എന്ന ലളിതമായ ചോദ്യത്തിന് AK ശശീന്ദ്രന്റെ പക്കൽ മറുപടിയേയില്ല. മുന്നണിക്കെതിരായ ഒരു വേലിയേറ്റത്തിൽ എലത്തൂരിലും പരാജയം സംഭവിച്ചു പൊതുവെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രതികൂല ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങൾ വേണ്ടത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. LDFിൽ നിന്നും കിട്ടേണ്ട വോട്ട് പരമാവധി കിട്ടിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ. അപ്പോൾ അഡീഷണലായി വന്ന വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോയതാണ് പ്രധാനപ്പെട്ടൊരു കാരണം. അതിനെ അതൊരു പ്രശ്നമായി നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഇത്രയധികം മന്ത്രിമാർ മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരായ കുറേ പേര് LDFിലെ മന്ത്രിമാരായ കുറേ പേർ സ്ഥാനാർത്ഥികളല്ല. ഇത്തവണ മിക്കവാറും എല്ലാ മന്ത്രിമാരും സ്ഥാനാർത്ഥികളായി മാറിയ ഒരു പ്രവണത ഉണ്ടായി. അപ്പോൾ അത് സീറ്റ് നിലനിർത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്യാവുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരമൊരു സെലക്ഷൻ നടത്തിയത്. ആ സെലക്ഷൻ എത്രത്തോളം നന്നായില്ല എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിക്കപ്പെട്ടാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനമായും പരിശോധിക്കേണ്ടതും നിഗമനത്തിലെത്തേണ്ടതും പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കേണ്ടതും മുന്നണിയെ നയിക്കുന്നൊരു കക്ഷി എന്നുള്ളത് CPIM ആണ്. അവരത് ചെയ്യുന്നത് ഇന്നലെ തന്നെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവരത് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. പരാജയപ്പെടുമ്പോൾ പതിവ് പല്ലവിയായ UDF BJP ധാരണ ഇത്തവണയും സജി ചെറിയാൻ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരിലും BJP വോട്ടുകൾ കുറഞ്ഞത് എങ്ങോട്ടേക്കാണ് പോയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പരാജയം ആരുടെയും മേലിൽ ചാരുന്നില്ല എന്ന് പറയുമ്പോഴും തോൽവിക്ക് പിന്നിൽ ബാഹ്യശക്തികളാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി എന്ന് സജി ചെറിയാൻ സമ്മതിക്കുന്നത് പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം നിർജീവമായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ നമ്മളിപ്പോൾ അംഗീകരിച്ചല്ലേ മതിയാവും. ആരെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെൻറ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടു എനിക്ക് തോന്നുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ഒരു ഏകോപനം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ ഒരു ഏകീകരണം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മൾ കാണണം. അതാണ് ഈ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസം എന്ന് വെച്ചാൽ ഏത് വിധത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് CPM നയിക്കുന്ന ഗവൺമെൻറ് താഴെ ഇറക്കണം. ഇപ്പോൾ BJPയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പം അമ്പലപ്പുഴയിലെ വോട്ടിൻ്റെ കുറവ് വന്നാൽ അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലേ BJP വോട്ട് കിട്ടുമോ? പക്ഷെ 6000 വോട്ട് കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJPയുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞത് എങ്ങോട്ട് പോയി? BJPക്ക് ജയിക്കാനിട വന്ന മണ്ഡലങ്ങളിൽ UDFൻ്റെ വോട്ട് എങ്ങനെയാണ് ആ മണ്ഡലങ്ങളിൽ അവർ കൈകാര്യം ചെയ്ത് CPMനെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്? അപ്പോൾ ഇതൊരു ഭാഗത്ത് നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കണം. നമ്മുടെ കുറവുകൾ പരിശോധിക്കേണ്ടെന്ന് ആദ്യം പരിശോധിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വലതുപക്ഷത്തിൻ്റെ ഏകീകരണം ഏകോപനം കേരളത്തിൽ അതിശക്തമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നീട് വന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ വല്ലാത്ത തരത്തിൽ പ്രചരിപ്പിക്കാൻ UDF പരിശ്രമിച്ചു. ഒരു ചെറിയ ഭാഗമെങ്കിലും അത് വീണിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അത് അവർ തന്നെ വരുത്തി കൂട്ടിയാണ്, നമ്മളല്ല. അത് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനും CPMൻ്റെ ആളാണ്. പക്ഷെ തെറ്റ് തന്നെ.
അത്രേ എനിക്ക് പറയാനുള്ളത്. മറക്കലില്ല കൂടുതൽ. നമുക്ക് സങ്കടമുണ്ട് ഇപ്പോൾ തോൽവിയിൽ. കാരണം എന്നാൽ ഇത്ര നാളും ഞാൻ ഇതിൽ പ്രവർത്തിച്ച ആളാണ്. അത് നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ടൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കണമല്ലല്ലോ. കാരണം വെച്ചാൽ അതൊക്കെ അവർ സ്വയം വരുത്തിക്കൂട്ടിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ പഴയ ജനങ്ങളല്ല ഇന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതില്ലാണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ശുദ്ധീകരണവും വേണ്ട, അതില്ലാണ്ടാവണം. ഒരു സ്ഥലത്തും വരരുത്. അത്രക്കും അനുഭവിച്ച ജനങ്ങൾ. ഈ ലോക്കൽ സെക്രട്ടറി മുതൽ സാധാരണ ആൾക്കാർ വരെ ഭീഷണിയല്ലേ, അനങ്ങിയ ഭീഷണി. ഇത് ജനങ്ങൾ കരുതി കൂട്ടി കൊടുത്താൽ ഉഗ്രം പണി. അങ്ങനെ തന്നെ വേണം. ഇത് സ്വാഭാവികം ഉള്ളത് തന്നെ. 10-40 വർഷം കൊണ്ട് മാറി പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. CPM കോൺഗ്രസ് എന്നുള്ള പ്രശ്നം ഇത് നിലവിലുള്ളത് തന്നെ. രാഷ്ട്രീയമല്ല, ഇങ്ങനെ തന്നെ നിലവിൽ മുമ്പ് കർണാടക 5 വർഷം ഇരിക്കുമ്പോൾ പിന്നെ നയനാർ 5 വർഷം ഇരിക്കും. ചിലപ്പോൾ ഭൂരിപക്ഷം പൊഴിച്ചിട്ട് അവർ ജയിക്കും, പിന്നെ വിവരിക്കും. ഇത് നാണയത്തിൻ്റെ വശങ്ങൾ തന്നെ. പിന്നെ ജനങ്ങളെങ്ങനെ കുറച്ച് വോട്ടം കിട്ടുകൊടുക്കും, ഇത്ര തന്നെ. ഇതെല്ലാം വില ആരെങ്കിലും നേട്ടം കൊണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന നേട്ടം ഇനി സമരത്തിന് വേണ്ടിയുള്ള നേട്ടമാണ്. ഇവരെ കൊണ്ട് ഇപ്പോൾ 3000 രൂപ കൊടുക്കാൻ പറ്റുമോ പെൻഷൻ? ഈ സിറ്റി ബസ്സിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ 100% പകുതിയെങ്കിലും സമ്മതിക്കും. ഇത് എന്തെങ്കിലും നടക്കും? ഇത് പൊതുജനങ്ങളെ കൊണ്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇന്നല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേ അറിയാം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ ഈ സ്ഥിതിയായത്. മുഖ്യമന്ത്രിയുടെ അഹങ്കാരം കൊണ്ടാണ് ഈ സ്ഥിതിയായത്. അപ്പോൾ അവർ ജയിക്കേണ്ടി 2 വർഷം അവർ ഭരിച്ചില്ലേ, ഇപ്പോൾ മാറ്റം വരട്ടെ. ഇനി പറയാനുണ്ടല്ലോ, ഒക്കെ വേണ്ടമാതിരി അവനവൻ ചെയ്തത് അവനവൻ അനുഭവിക്കുക തന്നെ. വല്ലാതെ വേറെന്താ, ഇത് തന്നെയുള്ളൂ. ഒക്കെ അവനവൻ്റെ അയാളെ ആ മാർക്സിസ്റ്റ് പാർട്ടിനെ നശിപ്പിക്കുകയാണ്. എല്ലാം കൂടി റെഡിയായി. ഞാനിപ്പോൾ ഒന്നുമില്ല, 86 വയസ്സായി. ഇപ്പം പാർട്ടിയൊന്നും നോക്കിയിരിക്കുക. എല്ലാവരും സമ്പാദിക്കാൻ ഒക്കെ ആരും മോശമല്ലേ, ഇപ്പോൾ ഒക്കെ നല്ലോണം സമ്പാദിക്കുന്നു. അപ്പോൾ പണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഒന്നുമല്ല. ഒന്നും തിരുത്താലും ഓരോ കളി കൊണ്ട് ഓരോ സീറ്റ് പോയി, ഇത്രയേ ഉള്ളൂ. ഓരെന്നെ ഭയങ്കര 5 നല്ല ഭരണ കാഴ്ചവെച്ച് പിന്നെ പോയില്ലേ. CPM ഒഴിവാക്കണമെന്നാണ് നമ്മൾ മനസ്സിലുള്ളത്. ഇപ്പോൾ മാറി കിട്ടി, ഇനി എന്താ വരാൻ പോകുന്നത് നോക്കാം. ഇപ്പോൾ UDF ആണ് വരുന്നത്. ഇപ്പോൾ സമാധാനമായി. പാർട്ടി പ്രവർത്തകർ പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതി ഉണ്ടെങ്കിൽ അവർ തിരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു റിസൾട്ട് വന്നിട്ടുണ്ടാവും. കുഴപ്പമില്ല, ജനങ്ങളെ വികാരം തന്നെയായിരിക്കും അത്. ഈ ഭരണത്തിലെ അപാകതയല്ല, ഭരണത്തിൻ്റെ നല്ല ഭരണമായിരുന്നു. അപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളുള്ള ആളുകളല്ലേ, അപ്പോൾ അവരത് ചിന്തിക്കല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബസ്സിൻ്റെ മേഖല തന്നെ പത്തരം പ്രതിസന്ധിയിലാണ്. എന്താ വെച്ചാൽ ഡീസലിൻ്റെ കാര്യത്തിലായാലും സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും വില കൂടിയിട്ടും വളരെ നഷ്ടത്തിലുള്ള സംഭവം. അപ്പോൾ അതിനെതിരെ ഈ സർക്കാർ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ആന്റണി രാജു ഉള്ള സമയത്ത് ബസ് ഫെയർ കൂട്ടി തന്നിക്കുന്നു, അതില്ലാതെ ഞാൻ പറയുന്നില്ല. ചെയ്തു കാര്യം ചെയ്തിരിക്കുന്നു പറയാമല്ലോ. ഇത് പാർട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പാർട്ടിൻ്റെ അടുത്ത് വരുന്ന ഫാൾട്ടാണ് സംഭവം. അത് കാരണം ഭരണത്തിൽ ആ ചെറിയൊരു പിഴവ് വന്നു പോയിക്കുന്നു. അതിന് എന്താ പറയുക, അത് നികത്തിയിട്ട് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഭരണം കിട്ടേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ സ്ഥിരമായി പുറത്തെടുക്കുന്ന വോട്ട് കച്ചവടം എന്ന ആയുധം ഇത്തവണ പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ അണികളെ സമാധാനിപ്പിക്കാനുള്ള വെറും പല്ലവികൾക്കപ്പുറം രാഷ്ട്രീയമായ എന്ത് സത്യസന്ധതയാണ് പുലർത്തുന്നത്? പത്തനംതിട്ടയിൽ BJP വോട്ട് മറിച്ചു എന്ന് പറയുന്ന രാജു എബ്രഹാം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ടുകൾ ചോർന്നു പോയത് എന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. പത്തനംതിട്ടയിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പത്മകുമാറിനെ പോലുള്ളവരെ സംരക്ഷിച്ചതിലും ജനങ്ങൾക്കുണ്ടായ അമർഷം തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയാത്തതാണോ, അതോ അതിന് അവർ തയ്യാറാകാതിരുന്നതാണോ? പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ഡീൽ ആരോപിക്കുന്നത് രാഷ്ട്രീയ ഭീരുത്വമാണ്. ഇപ്പോൾ UDFൻ്റെ ഒരു കുത്തക ജില്ലയായ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും ഞങ്ങൾക്ക് നല്ല വിജയം നേടാൻ കഴിഞ്ഞത് നല്ല പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഈ വർഷവും ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടായ ഒരു UDFൻ്റെ മുന്നേറ്റത്തിൽ പത്തനംതിട്ട ജില്ലയും അത് സ്വാഭാവികമായും ബാധിച്ചു. ആറന്മുളയിൽ പിന്നെ 2016 ആറന്മുളയിൽ 50,497 വോട്ടാണ് BJPക്ക് നേടിയത്. 2024 പാർലമെൻറ്റ് അത് 38,545 കുറഞ്ഞിട്ടുണ്ട്. 2024 അത് അനിൽ ആൻ്റണി AK ആൻ്റണിയുടെ മകൻ BJPക്ക് വേണ്ടി മത്സരിച്ചപ്പോഴാണ് ആ നേരിയ കുറവുണ്ടായത്.
അപ്പം ഈ ഇവിടെ യാതൊരു പരിചയവുമില്ലാത്ത നമ്മുടെ അനിൽ ആൻ്റണി മത്സരിച്ചപ്പം 38,500 എന്ന് പറയുമ്പോൾ 39,000 വോട്ടിനടുത്ത് കിട്ടിയ സ്ഥാനത്താണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ള BJPയുടെ A ക്ലാസ് മണ്ഡലം ആറന്മുള, ആ A ക്ലാസ് മണ്ഡലത്തിൽ വോട്ട് 34,000 കുറഞ്ഞത്. അദ്ദേഹത്തിന് ഈ 34,000 വോട്ടല്ല വരേണ്ടത്, അദ്ദേഹത്തിനൊരു 50,000-നടുത്ത് വോട്ട് വരേണ്ടതാണ്. എവിടെ നിന്നാണ് ഈ വലിയ ചോർച്ചയുണ്ടായത്? ഏതാണ്ടൊരു 10,000 വോട്ടിനടുത്തുള്ള ഒരു ചോർച്ച സാമാന്യമായി നമുക്ക് ആറന്മുളയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ എല്ലാ വിജയങ്ങളെയും അനുമോദിച്ചുകൊണ്ട് തന്നെ പറയുന്നു, കണക്കുകളാണല്ലോ, കള്ളം പറയത്തില്ലല്ലോ. ഈ വോട്ടുകൾ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വോട്ടുകൾ ഏത് മുകളിൽ തട്ടിലുള്ളവരാണോ താഴെ തട്ടിലുള്ളവരാണോ ഇടത്തട്ടിലുള്ളവരുടെയും താഴെത്തട്ടിലുള്ളവരുടെയും വിവരങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മുകളിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ? ഇത് ബോധപൂർവമാണോ? ചിന്താ ജെറോം തൊട്ട് MV ഗോവിന്ദൻ വരെ ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് തിരുത്തലുകൾ വരുത്തും. പക്ഷേ എവിടെയാണ് തിരുത്തേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കുമില്ല വ്യക്തത. തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ അണികളുടെ മനസ്സിൽ അറിയാൻ AKG സെന്ററിന് കഴിഞ്ഞില്ല എന്നത് വ്യക്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. ഒരു വികാര പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക്. അല്ല, പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഉൾപ്പെടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒക്കെ പരിശോധിക്കേണ്ടിയുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. അത് തീർച്ചയായിട്ടും പരിശോധിക്കും എന്നാണ് പറയാനുള്ളത്. മുൻവിധിയില്ലാതെ തിരുത്തുമെന്ന് ചിന്താ ജെറോം ഒക്കെ പറയുമ്പോഴും P ജയരാജനെ പോലെയുള്ള നേതാക്കൾ ഉന്നയിച്ച ഫ്ലക്സ് രാഷ്ട്രീയത്തെയും അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചുമൊന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഉറപ്പായിട്ടും ഓരോ ജനവിധി കഴിയുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോഴും പാർട്ടി സ്വാഭാവികമായും അതിൻ്റെ കാരണങ്ങളെല്ലാം പരിശോധിക്കാറുണ്ട്. അത് വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും അതിൻ്റെ കാരണങ്ങളെല്ലാം പരിശോധിക്കും. ഞങ്ങളൊരു കാര്യം മാത്രമാണ് ഉറപ്പിച്ചു പറയുന്നത്, എന്നും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഉറപ്പായും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം തുടർ പ്രവർത്തനം ജനപക്ഷത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. കൂടുതൽ പ്രതികരണങ്ങൾ തീർന്നില്ല. കാത്തിരിക്കുന്ന പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഈ നിമിഷം വരെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള